ദിവസമാണ് എന്താണ് 1871 ജനുവരി 3-ലാണ് എന്താണ് ചാവറപ്പിതാവ് മരിക്കുന്നത് അല്ലേ. അതിനോടനുബന്ധിച്ചുള്ള ദിവസമാണ് ഇന്നും അല്ലേ. അപ്പോൾ ഫീസ്റ്റ് എന്നറിയപ്പെടും. ഞാൻ ഇതിനു മുമ്പ് ഒത്തിരി ഫീസ്റ്റ് എന്താണ് ഇവിടെ ഇതുപോലെ ആഘോഷിച്ചിട്ടുണ്ട്. സെന്റ് തോമസ് ഡേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ തോമസ് പുതുശ്ശേരി അച്ഛൻ ഉണ്ടായിരുന്നപ്പോൾ സെന്റ് തോമസ് ഡേ ഒക്കെ ഭയങ്കര ഇതായിട്ടൊക്കെ ആഘോഷിച്ചിരുന്നതാണ്. പക്ഷെ ഫീസ്റ്റ് ഞാൻ വിചാരിച്ചത് ബർത്ത്ഡേന്ന് തന്നെയായിരുന്നു. ഇപ്പോഴാണ് എനിക്കും അത് മനസ്സിലായത്. കണ്ടോ, എനിക്കും അറിയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും പഠിക്കാനുള്ള ഒരു അവസരം ഇതിൽ നിന്നുണ്ടാകുകയാണ് ചെയ്തത്. നോക്കൂ, കൈനകരിയില് 1805 അല്ലെ ഫെബ്രുവരി 10 എന്താണ് ചാവറപ്പിതാവ് ജനിച്ചതെന്നാണ് പറയുന്നത് അല്ലെ. നോക്കൂ, പക്ഷേ അദ്ദേഹം അറിയപ്പെടുന്നത് എന്താണ്? മാന്നാനത്തിന്റെ പുഷ്പം എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. നോക്കൂ, ഈ വിദ്യാഭ്യാസ സംബന്ധമായി ഒത്തിരി കാര്യങ്ങൾ അത് കേരളത്തിന്റെ നവോത്ഥാനത്തിന് വളരെയധികം പ്രയോജനം ചെയ്തു എന്നുള്ളത് സത്യമാണ്. അന്നത്തെ വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത് സവർണർക്കും അതുപോലെ തന്നെ എന്താണ് വലിയ മേധാവികൾക്കും മാത്രമാണെന്ന് വിദ്യാഭ്യാസം കിട്ടിയിരുന്നത്. അതും സംസ്കൃത വിദ്യാഭ്യാസമാണ് അന്ന് നൽകിക്കൊണ്ടിരുന്നത്. അത് താഴെക്കിടയുള്ള ആൾക്കാർക്കോ ദരിദ്രരായിട്ടുള്ള ആൾക്കാർക്കോ ഒന്നും എല്ലാം നിഷേധിച്ചിരുന്നു. ആ സമയത്താണ് വിദ്യാഭ്യാസം എന്ന് പറയുന്ന പള്ളിയോടനുബന്ധിച്ച കൂടം എന്ന് പറഞ്ഞാൽ ഹോൾ എന്നാണ് അർത്ഥം, വലിയ ഹോൾ. അപ്പോൾ പള്ളിയോടനുബന്ധിച്ച കൂടം നിർമ്മിച്ച് അവിടെ വിദ്യാഭ്യാസം തുടങ്ങാൻ ആദ്യമായി ആദ്യത്തെ സ്കൂൾ സ്ഥാപിച്ചതും ആരാണ്? ചാവറപ്പിതാവാണ് അല്ലേ. അപ്പോൾ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദ്യം തന്നെ കൊണ്ടുവന്നത് ചാവറപ്പിതാവാണ്. ഇതുപോലെ CMA സ്ഥാപകൻ അല്ലെ, സ്ഥാപകൻ അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ മെറിന സിസ്റ്ററൊക്കെ നമ്മുടെ ഈ സിസ്റ്റർ അറിയപ്പെടുന്നത് പേര് ഞാൻ മറന്നുപോയി. മെറിന സിസ്റ്ററിന്റെ പേര് ഞാൻ ഓർത്തു, പക്ഷേ ഈ സിസ്റ്ററിന്റെ പേര് ഞാൻ മറന്നുപോയി. CMC എന്ന് പറയുന്ന ആ സഭയുടെ സ്ഥാപകനും നമ്മുടെ ചാവറപ്പിതാവാണ് അല്ലെ. ഇതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ പ്രസ് നോക്കൂ, സംസ്കൃതം മാത്രമാണ് അന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ കൃതികളെല്ലാം തന്നെ സംസ്കൃതമാണ്. പുരാണങ്ങളും മറ്റ് എല്ലാ കാര്യങ്ങളും സംസ്കൃതമാണ്. പക്ഷെ സംസ്കൃതം അറിയുന്നത് വളരെ ചുരുക്കം ചിലർക്ക് മാത്രമാണ്. സംസ്കൃതം മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതും അത്ര ബ്രോഡായിട്ട് നടന്നിരുന്നില്ല അല്ലേ. അപ്പോൾ ആ കാലഘട്ടത്തിൽ ആദ്യമായിട്ട് അന്ന് എന്ന് പറയുന്നത് CMS പ്രസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഗവൺമെന്റ് പ്രസ് ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഇംഗ്ലീഷും മറ്റുമാണ് അവിടെ അടിച്ചിരുന്നത്. പക്ഷേ മറ്റുള്ളവർക്ക് സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അടിക്കാനും പ്രചരിപ്പിക്കാനും ആദ്യമായിട്ട് നസ്രാണി ദീപിക എന്ന് പറയുന്ന പേപ്പർ അല്ലെ, പത്രം ആദ്യമായി കൊണ്ടുവന്നതും ചാവറപ്പിതാവിന്റെ നേതൃത്വത്തിലാണ്. അതാണ് പിന്നീട് നമ്മുടെ ആദ്യത്തെ പത്രമായ ദീപിക പത്രമായിട്ട് മാറിയത്. മനസ്സിലായോ? ഇതുപോലെ തന്നെ സാംസ്കാരിക രംഗത്തും ചാവറപ്പിതാവിന് ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ചാവറപ്പിതാവിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ കലാഭവൻ മണിയൊക്കെ കേട്ടിട്ടില്ലേ? കലാഭവൻ അത് ചാവറപ്പിതാവിന്റെ അനുയായിയായ ആബേലച്ചൻ രൂപം കൊടുത്ത ഒരു സംഘടനയാണ് കലാഭവൻ എന്ന് പറയുന്നത്. കലാഭവൻ. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്തുമൊക്കെ വളരെയധികം ഒട്ടനവധി കാര്യങ്ങൾ ചെയ്ത് കേരളത്തിന്റെ നവോത്ഥാനം
ഇതിന് കാരണമായ ഒരു വലിയ ആളാണെന്ത് നമ്മുടെ ചാവറ പിതാവ് എന്ന് പറയുന്നത്, അല്ലെ? അതുപോലെ തന്നെ എന്താണ്, ചികിത്സാ രംഗത്ത്, ആതുര സേവന രംഗത്ത് ഒട്ടനവധി പ്രവർത്തനങ്ങൾ ചെയ്തു. ആദ്യമായിട്ട് എന്താണ്, നമ്മുടെ മാന്നാനത്തും അതുപോലെ പുതുപ്പള്ളിയിലും ഒക്കെ ആശ്രമങ്ങൾ രൂപീകരിച്ചു. ആശ്രമങ്ങൾ എന്ന് പറയുന്നത്, പണ്ടത്തെ ഋഷിമാരുടെ ആശ്രമങ്ങൾ എന്ന് പറയുന്നത്, അവിടെ അവർ അതുപോലെയുള്ള സവർണർക്ക് മാത്രം കയറി ചെല്ലാവുന്നതും അവർക്ക് മാത്രം പറഞ്ഞു കൊടുക്കുന്നതുമായ മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെയാണ്, അല്ലെ? പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇത്തരം ആശ്രമങ്ങൾ എന്ന് പറയുന്നത് ആർക്കും എപ്പോ വേണമെങ്കിലും ചെല്ലാനും എന്ത് വേണമെങ്കിലും അവിടുന്ന് ആവശ്യപ്പെടാനും സേവനങ്ങൾ എന്താണ് അഭ്യർത്ഥിക്കാനും ഒക്കെ സാധിക്കുന്ന ആശ്രമങ്ങൾ, അല്ലെ? അത് എന്താണ്, വലിയ ചികിത്സാ കേന്ദ്രങ്ങൾ കൂടിയാണ്. ഇന്ന് പുതുപ്പള്ളിയിലെ ആശ്രമം എന്ന് പറയുന്നത് ഒരു എന്താണ്, വിഷ ചികിത്സാ രംഗത്തെ കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ആതുര സേവന രംഗത്തും എന്താണ്, ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. പല കൃതികളും അദ്ദേഹത്തിന്റെ പേരിലുണ്ട്, അല്ലെ? ആത്മാനുതാപം, അതുപോലെ നല്ല അച്ഛന്റെ ചാവലുകൾ, അതുപോലെ ധ്യാന സല്ലാപങ്ങൾ, ഇതുപോലെയുള്ള ഒത്തിരി കൃതികൾ എന്താണ് ചാവറയച്ചൻ എഴുതിയിട്ടുണ്ട്. മനസ്സിലായോ? നോക്കൂ, ഇതുപോലെ തന്നെ വേറെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ എന്താണ് ചാവറയച്ചന്റെ പേരിലുണ്ട്. ചാവറയച്ചൻ സ്മരിക്കപ്പെടുന്നത് സത്യത്തിൽ എന്താണ്, നോക്കൂ, 66 വയസ്സുള്ളപ്പോഴാണ് ചാവറയച്ചൻ മരിക്കുന്നത്. അത് ഇന്നത്തെ മനുഷ്യന്റെ ഒരു ആയുസ്സിൽ ഒരു വലിയ ഒരു പ്രായമൊന്നുമല്ല. അതായത് ഇന്ന് നിങ്ങളുടെ ദിലീപ് സാറിന്റെ പ്രായം. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ അറിയാമല്ലോ, വലിയൊരു ആയുസൊന്നും അല്ലെന്ന് 66, അല്ലേ? അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട്, അതായത് 2004 റെഡ് ലിസ്റ്റ് ആണ് ഞങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നത് ബയോഡൈവേഴ്സിറ്റി. പക്ഷെ ഇന്ന് 2025 2004 റെഡ് ലിസ്റ്റ് ആണ് NCERT പുസ്തകത്തിൽ പറയുന്നത്. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട്, 2025 റെഡ് ലിസ്റ്റ് ചിലപ്പോൾ നിങ്ങളുടെ പേരക്കിടാങ്ങൾ പഠിക്കാൻ വരുമായിരിക്കും, അന്ന് ഞാൻ അവരെ പഠിപ്പിക്കും കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദർശനയിൽ വെച്ച് ഓക്കെ. അപ്പോൾ എന്താണ്, അപ്പോൾ ചാവറ പിതാവ് ഇന്ന് സ്മരിക്കപ്പെടുന്നത് അദ്ദേഹം ജീവിച്ച വർഷത്തിന്റെ നീളം കൊണ്ടല്ല, മറിച്ച് വർഷിച്ച ജീവിതത്തിന്റെ വലിപ്പം കൊണ്ടാണ്. മനസ്സിലായില്ലേ? വർഷിച്ച ജീവിതത്തിന്റെ വലിപ്പം കൊണ്ടാണ് ഇത്രയും വർഷമായിട്ടും സ്മരിക്കപ്പെടുകയും അതുപോലെ തന്നെ എന്താണ് അദ്ദേഹത്തിന്റെ വാക്കുകളും മറ്റും നമ്മൾ സ്മരിക്കപ്പെടുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ കൂടുതൽ നാൾ ജീവിക്കുകയല്ല, ജീവിക്കുമ്പോൾ നമ്മൾ വേണ്ടതുപോലെ ജീവിക്കുക എന്നുള്ളതാണ് ചാവറയച്ചൻ നമുക്ക് കാട്ടിത്തരുന്നത്. മനസ്സിലായോ? അതുപോലെ ദർശനങ്ങളുടെ വീടായ ദർശന ഭവനം തീർത്ത ദർശന പട്ടക്കാരനായിരുന്നു ചാവറയച്ചൻ. അദ്ദേഹത്തിന്റെ ദർശനങ്ങളും ദർശനവും കാഴ്ചയും കാഴ്ചപ്പാടും അദ്ദേഹത്തെ കൂടുതൽ കൂടുതൽ സ്മരിക്കപ്പെടുന്ന ആളായിട്ട് ഉയർത്തപ്പെട്ടു. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ദർശനങ്ങളും ദർശനവുമായിരിക്കാം അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി മാറ്റിയത്. ഇതെല്ലാം ഉൾക്കൊള്ളാനും ഇതെല്ലാം എന്താണ് അനുസരിച്ച് പോകാനും അല്പമെങ്കിലും നമ്മൾ ഓരോരുത്തരും എന്താണ് ചെയ്യണം, അതനുസരിക്കണം. ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും എനിക്ക് നമ്മുടെ ചാവറ പിതാവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന് വെച്ചെന്നാൽ അദ്ദേഹം കുടുംബം എന്ന ആ ചട്ടക്കൂടിനെ കുറിച്ചുള്ള നിർവചനങ്ങളാണ്. ഒരു ക്രിസ്ത്യാനി കുടുംബം എങ്ങനെയായിരിക്കണമെന്ന് ചാവറ പിതാവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ
നമ്മുടെ ഇവിടുത്തെ എല്ലാ കുടുംബവും അങ്ങനെ ആയിരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ക്രമമായിട്ടുള്ള സ്നേഹമുള്ള, സ്നേഹിക്കുന്നവരുള്ള, സ്നേഹിക്കപ്പെടുന്നവരുള്ള, മനസ്സിലായില്ലേ, പരസ്പരം വിശ്വസിക്കപ്പെടുന്നവരുള്ള ഇങ്ങനെയുള്ള ആൾക്കാർ ചേരുമ്പോഴാണ് ഒരു കുടുംബം. പ്രിയമുള്ള കുട്ടികളെ, ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഇല്ലാത്തതും അത് തന്നെയാണ്. ഇവിടെ ചാവറപ്പിതാവിന്റെ ആ കുടുംബത്തിന്റെ നിർവചനങ്ങൾ വളരെ വളരെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞ് പഠിക്കേണ്ട കാര്യമാണ്. ഇന്ന് കുടുംബത്തിൽ കാരണവരില്ല, അല്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ പല കുടുംബങ്ങളും അണുകുടുംബങ്ങളാണ്. അച്ഛനും അമ്മയും കുട്ടിയും. ഈ അച്ഛനും അമ്മയും കുട്ടിയോ ഇവര് 3 പേരും 3 ധ്രുവങ്ങളിലായിരിക്കും, അല്ലെ? അതായത് 3 പേരും അവരുടെ ലോകത്താണ്. അവരുടെ ഫോൺ, അവരുടെ റൂം, അവരുടെ കാര്യം. ഫുഡ് കഴിക്കുമ്പോൾ പോലും മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ ഒരു മിണ്ടാട്ടവും ഇല്ലാത്തതാണ് പല കുടുംബങ്ങളും. അച്ഛനും അമ്മയും കുട്ടിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഈ പോക്ക് പോയെന്നാൽ നമ്മുടെ കേരളം എന്താവുമെന്ന് നമുക്കറിയില്ല. മനസ്സിലായോ? അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ സ്നേഹിക്കണം. മാതാപിതാക്കൾ കുട്ടികളെ സ്നേഹിക്കണം. അതുപോലെ പരസ്പര സ്നേഹത്തോടുകൂടി നമ്മൾ പോയെന്നാൽ മാത്രമേ നമുക്ക് വേണ്ടത് കിട്ടൂ. പഠിച്ചെന്നാൽ മാത്രം കിട്ടുന്നതല്ലത്. പഠിച്ചില്ലെങ്കിലും നമുക്ക് പലതും കിട്ടും. കുടുംബത്തിന്റെ മഹിമ കൊണ്ടും മാതാപിതാക്കളുടെ മഹിമ കൊണ്ടും അവരുടെ സൽപ്രവൃത്തി കൊണ്ടും കുട്ടികൾ പലതും നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്, വിദ്യാഭ്യാസമില്ലാത്ത കുട്ടികൾ പോലും. അതുകൊണ്ട് കുടുംബത്തെ കുറിച്ചുള്ള ചാവറപ്പിതാവിന്റെ ആ ഒരു നിർദ്ദേശങ്ങളും ആ കാര്യങ്ങളും ഒക്കെ നമ്മൾ പല പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. മാതാപിതാക്കളെ ഒരു പരിധിക്കപ്പുറം വേദനിപ്പിക്കരുത് നമ്മൾ. അതുപോലെ നമ്മുടെ വീട്ടിൽ കാരണവന്മാരുണ്ടെങ്കിൽ, അച്ഛൻ്റെ അമ്മയോ അമ്മയുടെ അമ്മയോ അച്ഛൻ്റെ അച്ഛനോ അമ്മയുടെ അച്ഛനോ ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് ഒരു നിമിഷമെങ്കിലും അവരുടെ കൂട്ടത്തിൽ പോയിരുന്ന് അവർക്ക് ഒരു അല്പം സ്നേഹം കൊടുക്കാൻ നമ്മൾ ദിവസവും സമയം കണ്ടെത്തണം. ഈ രീതിയിലുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നാളെ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളോട് അത് കാണിക്കൂ. അല്ലെങ്കിൽ ഇന്ന് ഇതാണെങ്കിൽ നിങ്ങളുടെ കാലത്ത് ഇതിനപ്പുറമായിരിക്കും. നിങ്ങൾ ഡോക്ടർമാരായി കഴിഞ്ഞെന്നാൽ ആദ്യം ഓർക്കേണ്ടത് ഈ കാര്യമാണ്. കാരണം സ്നേഹത്തോടു കൂടി ഒരു വാക്ക് പറഞ്ഞ് ഒരു മരുന്ന് കുറിച്ച് കൊടുത്തെന്നാൽ തീർച്ചയായിട്ടും മരുന്ന് കഴിക്കാതെ തന്നെ രോഗിക്ക് രോഗം മാറും. അതാണ് ഒരു നല്ല ഡോക്ടറുടെ ഒരു രീതി എന്ന് പറയുന്നത്. അങ്ങനത്തെ ഡോക്ടർമാരാകാനാണ് ശ്രമിക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ ചാവറപ്പിതാവിൽ നിന്നും ഉൾക്കൊള്ളേണ്ടത്. മധുര ഫലങ്ങളും മധുര വൃക്ഷങ്ങളും സമ്മാനമായി നൽകിയ ആളാണ് നമ്മുടെ ചാവറപ്പിതാവ് എന്നാണ് പറയുന്നത്. ദുഗ്രാൻ എന്ന് പറയുന്ന ഒരു മാവാണ് അദ്ദേഹം സമ്മാനമായി പലയിടത്തും കൊടുത്തയച്ച് വളർത്താൻ പറഞ്ഞത്. അതാണ് പിന്നെ പ്രയോർ മാവ് എന്ന് അറിയപ്പെടുന്നത് എന്നാണ് പറയുന്നത്. മനസ്സിലായി? ഇപ്പൊ മധുര ഫലങ്ങളും മധുര വൃക്ഷങ്ങളും മധുര ഫലങ്ങൾ നൽകുന്ന മധുര വൃക്ഷങ്ങൾ ആണ് നമ്മൾ സമ്മാനമായി നൽകുന്നത്. അല്ലാതെ ഇന്നത്തെ പോലത്തെ സമ്മാനങ്ങളൊന്നുമല്ല. കണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വായിച്ചു നോക്കൂ, പല കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്.
ഇത്തരം കാര്യങ്ങൾ, ഇത്ര ചെറിയ ചെറിയ കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ ഞാൻ വായിച്ചു. പക്ഷെ എൻ്റെ മനസ്സിലേക്ക് വന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ, കാരണം കൊച്ചു കുട്ടികളോട് കൊച്ചു കൊച്ചു കാര്യങ്ങളാണല്ലോ പറയേണ്ടത്. അപ്പോൾ ആ കാര്യങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട് പിതാവിനെ നമ്മൾ ഉൾക്കൊള്ളുകൊണ്ട് മുന്നോട്ട് പോവുക. അത് നമുക്ക് എപ്പോഴും നല്ലത് വരുത്തും. വളരെ പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ അങ്ങനെ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് നല്ലത് വരട്ടെ.